നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ 27th ക്വസ്റ്റ്യൻ. 27th ക്വസ്റ്റ്യൻ നമ്മളെ വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ലെസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതിൽ പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 is passed through a Polaroid A, then through another Polaroid B which is oriented so that its principal plane makes an angle 45 degree relative to that of A. The intensity of emergent light. See, നമ്മളെ കയ്യിൽ ഒരു പോളറോയിഡ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു പോളറോയിഡ്. ഇതാണ് എ എന്ന് പറയുന്ന പോളറോയിഡ് അല്ലേ. സോ എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 അല്ലേ. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, ഇൻറ്റൻസിറ്റി I0 ഉള്ള ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് സി ഇവിടെ വന്ന് വീഴാണ്. അപ്പോൾ ഈ പോളറൈസിനൂടെ കടന്നു പോലെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാവും? I0/2 ആവും അല്ലേ. ഇനി നമ്മൾ വൺ മോർ പോളറോയിഡ് ഉണ്ട് ഇവിടെ അല്ലേ. നമ്മളെ ബി എന്ന് പറയുന്നൊരു പോളറോയിഡ്. പക്ഷേ ശ്രദ്ധിക്കണം, ആ ബി എന്ന് പറയുന്ന പോളറോയിഡ് നമ്മൾ വെച്ചിരിക്കുന്നത് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി അല്ലേ. ഇങ്ങനെ ചരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ബി എന്ന് പറയുന്ന പോളറോയിഡ്, ശരിയല്ലേ. അതാ ഈ ആംഗിൾ തീറ്റ = 45 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ട്രാൻസ്മിറ്റഡ് എമർജൻ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇത് എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? നമ്മൾ മാലിസ് ലോൻ്റെ അപ്ലിക്കേഷനാണ് അല്ലേ. നമ്മൾ പഠിച്ചത് I = I0 cos² തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ശ്രദ്ധിക്കണം, ഈ I0 എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തല്ല I0 എത്രയാണ്? I0/2 ആണ്. ഇവിടെ ഉള്ളതാണ് പോളറൈസ്ഡ് ലൈറ്റ്, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലേ. ഇവിടെ ഉള്ളതാണ് പോളറൈസ്ഡ് ലൈറ്റ്, ശരിയല്ലേ. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0/2 ആണ്. എന്ന് വെച്ചാൽ ഇത് I0/2 ആണ്. എമർജൻ്റ് ലൈറ്റ് ഇൻറ്റൻസിറ്റി I' = cos² തീറ്റ എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ നോക്ക്, I0/2 × cos 45 1/√2 ആണ് അതിൻ്റെ സ്ക്വയർ. സോ ദാറ്റ്സ് = I0/2 × 1/2 അല്ലേ. എന്ത് വരും? I0/4 എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക, I0/4. ക്ലിയർ അല്ലേ?